അസ്സലാമലൈക്കും. നാം സാഹിത്യോത്സവത്തിൻ്റെ നിറവിലാണ് നിൽക്കുന്നത്. ഈ സുന്ദര നിമിഷത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു കൊച്ചു കഥ പറയാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ കഥയുടെ പേര് വിസ്മയം തീർത്ത കാരുണ്യം. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. മക്ക നഗരം വിജനമാണ്. മനസ്സിനെ കുളിരണിയിക്കുന്ന കാലൊച്ച ഓരോ മുലട്ടിലും കുതിച്ചു പോകുന്നു. ആ ഒരു പാദസ്പർശം എന്നിലായിരുന്നുവെങ്കിലെന്ന് ആ കാലൊച്ച മറ്റാരുടേതുമല്ല, ലോകാനുഗ്രഹി തിരുനബിയുടേതായിരുന്നു. മരുഭൂമിയിലൂടെ നടന്നു നീങ്ങുകയായിരുന്നു തിരുമേനി. അല്പം കാടുകൾ നിറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയപ്പോൾ ഒരു ഏങ്ങി കരച്ചിലിൻ്റെ ശബ്ദം. തങ്ങൾ ചുറ്റും നോക്കി. അപ്പോൾ അതാ ഒരു മലമേടൻ കിടന്നുറങ്ങുന്നു. തൻ്റെ അരികിൽ വലയിലകപ്പെട്ട ഒരു മാൻപീട. ആ മാൻപീട നബിയെ കണ്ടതോടെ കരച്ചിലിൻ്റെ ശബ്ദം കൂട്ടാൻ തുടങ്ങി. കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് മാൻ നബിയോട് പറഞ്ഞു, നബിയെ, ഞാൻ പ്രസവിച്ച് 3 ദിവസമേ ആയിട്ടുള്ളൂ. മകൾക്ക് ഭക്ഷണം തേടി വന്നതാണ് നബിയെ. തങ്ങൾ എന്നെ രക്ഷപ്പെടുത്തിയാലും. ഉടനെ തന്നെ നബി തങ്ങൾ മലമേടനോട് പറഞ്ഞു, ആ മാനിനെ അയച്ചുവിടൂ, അതതിൻ്റെ കുട്ടികൾക്ക് പാലൂട്ടി തിരിച്ചു വരും. അപ്പോൾ മലമേടൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഈ മാൻ തിരിച്ചു വരുമെന്നോ? എന്ത് വെട്ടിത്തമാണ് നിങ്ങൾ പറയുന്നത്? മലമേടൻ അല്പം ആലോചിച്ചതിന് ശേഷം വീണ്ടും ചോദിച്ചു, ശരി, താങ്കൾ ഇതിന് ജാമ്യം നിൽക്കുമോ? അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഞാൻ ജാമ്യം നിൽക്കാം. മലമേടൻ വീണ്ടും പറഞ്ഞു, ഈ മാൻ തിരിച്ചു വന്നില്ലെങ്കിൽ ഇതിന് പകരമായി ഞാൻ നിന്നെ അറുത്ത് കളയും. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, താങ്കൾക്ക് എന്നെ എന്തു വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ മലമേടൻ ആ മാനിനെ അയച്ചുവിട്ടു. ആ മാൻ ഓടി മുളഞ്ഞു. പറഞ്ഞ സമയം കഴിയാൻ ഇനി നിമിഷങ്ങൾ മാത്രം ബാക്കി. മലമേടൻ്റെ കഠാര പൊന്നാര നബിയുടെ കഴുത്തിലേക്ക് നീളുന്നു. അപ്പോൾ അതാ പൊടിപടലങ്ങൾ പറത്തിക്കൊണ്ട് ആ മാൻപീട എത്തിക്കഴിഞ്ഞു. മലമേടൻ അമ്പരന്നു പോയി. എന്തൊരത്ഭുതമാണിത്! ഉടനെ തന്നെ മലമേടൻ നബി തങ്ങളോട് ചോദിച്ചു, താങ്കൾ ആരാണ്? അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഞാനാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉടനെ തന്നെ മലമേടൻ ഇസ്ലാം മതം സ്വീകരിക്കുകയും ആ മാനിനെ അയച്ചുവിടുകയും ചെയ്തു. എൻ്റെ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ കൊച്ചു കഥ ഞാൻ അവസാനിപ്പിക്കുന്നു. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.